Hello, welcome to our next class. इधर लेखाണ് जिस गली में मैं रहता हूँ. जिस गली में मैं रहता हूँ. അത് ഒരു ഗലി എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് തന്നിരിക്കുന്നതിന്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. अंग्रेज़ों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. अंग्रेज़ों ने ഈ ബ്രിട്ടീഷുകാരെ പറയുന്നത്. ബ്രിട്ടീഷുകാർ ദില്ലി മേ ആത്തെ ഹി ദില്ലി മേ എത്തുമ്പോഴേക്കും സീധേ സാധേ ലോഗോं को പാവപ്പെട്ട മനുഷ്യരെ മാർന ശുരു കർ ദിയ തല്ലാനും ഒക്കെ തുടങ്ങിയെന്ന്. ഉൻഹോനെ ഗരീബോं के घर भी जला दिए. അവർ പാവപ്പെട്ടവരെ വീട് കത്തിച്ചു. ഗോറോ കി ഡർ സെ ദില്ലി വാലോ മേ ഭഗ്ദട മച്ച് ഗയി. ഈ ബ്രിട്ടീഷുകാർ കാരണം, ഗോറോ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരനെ അവർ ഇത് ചെയ്യുന്നത്. ഈ ബ്രിട്ടീഷുകാർ കാരണം ദില്ലി വാലോ മേ ഭഗ്ദട മച്ച് ഗയി. ഈ ഡൽഹിയിലെ ആൾക്കാർക്ക് എല്ലാം ഒരു ടെൻഷനായി തുടങ്ങിയെന്ന്. അപ്നി അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്കലെ. എല്ലാവരും അവനാൻ രക്ഷപ്പെടാൻ തുടങ്ങി. ജിസ് ഗലി മേ മേ रहता हूँ उसमें सिर्फ 10-12 घर थे. ജിസ് ഗലി മേ മേ रहता हूँ, ഞാൻ ഏത് കോളനിയിലാണ് താമസിക്കുന്നത്. കോളനി എന്ന് പറയാം. കോളനി മേ ജിസ് ഗലി മേ മേ रहता हूँ वहाँ 10-12 घर थे. ഒരു 10-12 വീടേ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത था. നമ്മൾ പറയില്ലേ നമ്മുടെ വീട്ടിലോട്ട് കിടക്കാൻ ഒരു ചെറിയ ഇടവഴിയാണ്. അപ്പോൾ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഗലീമേ ഘുസ്നേക്ക അവൻ്റെ വീട്ടിലോട്ടേക്ക് പോകാനുള്ള ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയി കുവാ നെയ്ത്ത്, അവിടെ ഈ കിണറൊന്നും ഉണ്ടായിരുന്നില്ല. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिए. അപ്പോൾ ഈ ഓടാൻ പറ്റാത്തവർ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്തവർ എന്ത് ചെയ്തു? സബ്നെ മിൽക്കർ ഗലി ക ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ. ഈ വലിയ ഗലിക്ക് ഒരു വലിയൊരു വാതിലുണ്ടായിരുന്നു. ദർവാസ മീൻസ് വാതിൽ. ഭീതർ സെ ബന്ദ് കർ ദിയ, അകത്തുനിന്ന് അടച്ചു. ഭീതർ എന്ന് പറയുമ്പോൾ അകത്തെ വശത്തുനിന്ന് അവർ അടച്ചു. ഓർ പത്ഥർ റഖ് ദിയ. അപ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് നമ്മൾ കാണാം, ഇവർ വാതിലടച്ചിട്ട് വലിയൊരു കല്ല് വെച്ചു. ഇവർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഘറോ മേ ഖാനെ പീനെ കാ ജിത്നാ സാമാൻ താ ധീരെ ധീരെ ഖത്തം ഹോനെ ലഗാ. അത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് തന്നെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ഘറോമേ ഖാനെ പീനേക്കാ സാമാൻ, വീട്ടിലുണ്ടായിരുന്ന കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ധീരെ ധീരെ ഖത്തം ഹോനെ ലഗാ, പതുക്കെ എല്ലാം കഴിഞ്ഞു തുടങ്ങി. പനിക്ക് ബടി ദിക്കത്തി, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. लोग बड़ी सावधानी से आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार वे घड़े भी खाली हो गए. लोग बहुत സാവധാനി സെ, ആൾക്കാർ ഭയങ്കര പതുക്കെയായിട്ട് ഈ ആഹിസ്ത എന്ന് പറയുമ്പോൾ പതുക്കെ വെള്ളം കുടിച്ചിരുന്ന, കുറേശ്ശെ വെള്ളം കുടിച്ചിരുന്ന. ലേക്കിൻ പക്ഷേ ആഖിർക്കാർ ലാസ്റ്റ്ലി വേ ഗഡേ ബി ഖാലി ഹോ ഗയ, ഈ കൂജാവുകളെല്ലാം തീർന്നു പോയി. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. ऐसे में ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ ഗലി മേ രഹനെ വാലെ, ഈ ഗലിയിൽ താമസിക്കുന്നവർ 2 ദിവസവും 2 രാത്രിയായിട്ട് വിശന്ന് പട്ടിണി ഇരുന്നു. ലേക്കിൻ ജബ് പ്യാസ് ബർദാശ്ത് नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया. പക്ഷേ പ്യാസ് ജബ് ബർദാശ്ത് नहीं हुआ, അവർക്ക് ദാഹിച്ചിരിക്കാൻ പറ്റാതെ ആയ അവസ്ഥ പരേഷാൻ ലോഗോനെ, ആ എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരും ഗലി ക ദർവാസ ഖോൽ ദിയ, ഈ ഗലിയുടെ ഈ കല്ല് മാറ്റി വാതിൽ തുറന്നു. പനിക്ക് തലാഷ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ, അവർ ഒരു പാത്രം എടുത്തിട്ട് വെള്ളത്തിൻ്റെ അന്വേഷണത്തിനായി പോയി തുടങ്ങി. ലേക്കിൻ പാനി തോ ദൂർ തക് നഹീ താ, പക്ഷേ വെള്ളം ദൂരം വരെ ഉണ്ടായിരുന്നില്ല. शोरा बारूद बनाने के काम में आता है. उसी शोरे का पानी जब आसपास मिला तो गली वाले उस पानी को घरों में ले आए. അപ്പോൾ ഇത് മരുന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ചോര. അത് ബാരൂദ് ബനാനയ്ക്ക് കാമാത്തത്, ബോംബുണ്ടാക്കുന്ന പണിക്ക് വന്നതെന്ന്. പക്ഷേ ഉസി ഷോറാക്ക പാനി ജബ്, അവിടുത്തെ തന്നെ വെള്ളം കിട്ടിയപ്പം ഇവരെല്ലാം ഈ വെള്ളം വീട്ടിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. കാരണം ഉസി പാനിക്കോ ഘർമേ ലേ ആയി, ആ വെള്ളം തന്നെ
കൊണ്ടുവന്നു. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. അങ്ങനെ വിഷമുള്ള വെള്ളം കുടിച്ചിട്ട് ടോക്സിക് വെള്ളം കുടിച്ചിട്ട് തന്നെ അവരെ दाहम माटी. वह पानी इतना कड़वा और बदबूदार था कि लगा जैसे पानी नहीं मौत पी रहे. അതിൻ്റെ ഭയങ്കര മണമായിരുന്നു. അത് കുടിക്കുമ്പോൾ വിഷം കുടിക്കുന്ന പോലെയായിരുന്നു എന്ന് പറയായിരുന്നു. एक दिन बरसात हुई, खूब पानी बरसा. ഒരു ദിവസം മഴ പെയ്തു, നല്ലതായിട്ട് मഴ പെയ്തു. खूब पानी बरसा, ഇഷ്ടംപോലെ മഴ പെയ്തു. हमने एक चादर बांध ली और एक मटका उसमें नीचे रख दिया. ഒരു बेडशीट കെട്ടി അതിൻ്റെ താഴെ മടുക്ക വെച്ചു. മട്ക उसके नीचे रख दिया. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. ഏറ്റവും വിലപ്പെട്ട സാധനം ആ സമയത്ത് ആ വെള്ളമായിരുന്നു. असली मुसीबत 5 अक्टूबर 1957 को आई. असली मुसीबत 5 अक्टूबर 1857 को आई जब कुछ अंग्रेज मेरे घर में घुस आए. കുറച്ച് ബ്രിട്ടീഷുകാർ വീട്ടിലോട്ട് കയറി വന്നു. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. उन्होंने मेरे साथ അവർ ഇവൻ്റെ കൂടെ ഇവനെയും എൻ്റെ 2 കൊച്ചുങ്ങളേനെയും നോക്കർ പണിക്കാരിയും വേലക്കാരെയും പിന്നെ പടോസിयों को भी गिरफ्तार कर लिया. അവർ അറസ്റ്റ് ചെയ്തു. वहाँ से कुछ दूरी पर कर्नल ब्राउन नाम का एक अंग्रेज ऑफिसर था. वहाँ पे അവിടെ കുറച്ച് ദൂരത്തിൽ कर्नल ब्राउन എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. ഈ गिरफ्तार ചെയ്ത ആൾക്കാരെയൊക്കെ ഓരോരുത്തരായിട്ട് അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുമായിരുന്നു. ഈ कर्नल ब्राउन का चेहरा सुर्ख था. आंखें भी लाल लाल थी. ദേഷ്യം, കണ്ണ് ചോന്നിരുന്ന്. उसकी ऊंचाई 6 फुट से भी ज़्यादा थी. അതിൻ്റെ ഹൈറ്റ് ഒരു 6 അടി ഉണ്ടായിരുന്നു. उसने मुझसे पूछा आप क्या करते हैं. അവൻ ഈ ബ്രൗൺ എന്ന് പറഞ്ഞ कर्नल അവനോട് ചോദിച്ചു आप क्या करते हो, നീ എന്താണ് ചെയ്യുന്നത്. मैंने कहा उर्दू में कविता लिखता हूँ. ഞാൻ പറഞ്ഞു ഉറുദുവിൽ കവിത എഴുതുന്നു. तो तुम पोएट हो, उसने कहा. അപ്പോൾ നീ ഒരു പോയറ്റാണോ, അവൻ ചോദിച്ചു. मैंने सिर हिलाकर हामी भरी. हाँ. അവൻ തല ഇളക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വായോണ്ട് പറഞ്ഞില്ല, हाँ എന്ന് പറഞ്ഞു. मेरे जवाब से ब्राउन को खुशी हुई. അവന് സന്തോഷമായി. उसने अपने सिपाहियों को हुक्म दिया इसको इज्जत से साथ घर वापस छोड़ दो. അപ്പോൾ അവൻ പറഞ്ഞപ്പം ഈ കേണലിന് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞു ഈ ഇവൻ്റെ ചെറിയ സിപ്പാഹികളോട് ഇവനെ റെസ്പെക്റ്റോടെ ഇവൻ്റെ വീട്ടിലോട്ട് കൊണ്ട് വിടാൻ. ചോട് ആവോ എന്ന് പറഞ്ഞു കേട്ടോ. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे हैं, उन्हें भी रिहा कर दीजिए. मैंने कर्नल ब्राउन से അവൻ कर्नल ബ്രൗണിനോട് റിക്വസ്റ്റ് ചെയ്തു ഇവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ കൊണ്ടുവന്ന പടോസി എന്ന് പറയുമ്പോൾ അവൻ്റെ അയൽക്കാരനെയും അവരെല്ലാവരും ഭയങ്കര സീതാ സാധാ ലോകം, ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ്, അവരെയും കൂടി വിട്ടയക്കാൻ പറഞ്ഞു. ये लोग भी कविता करते हैं. मैंने कहा ഇവരും കവിത എഴുതുന്നവരാണ് എന്ന് ഇവൻ പറഞ്ഞു. कर्नल ने उसको भी घर जाने इजाज़त दे दी. कर्नल അവരെ വിട്ടു. इस तरह कविता के कारण उस रोज़ करीब 50 आदमियों की जान बच गई. അന്ന് ആ പോയിട്രി കാരണം ഒരു 50 ആളുടെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ജിസ് ഗലി മേ രഹത്താ ഹൂ എന്നുള്ള പോയത്തിൻ്റെ ഒരു explanation ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. വ്യൂ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. താങ്ക് യു.